ഓം നമോ ഭഗവതേ വാസുദേവായ. മുന്നം മാധവൻ രുക്മി തന്നെയും അവമാനിച്ചെന്നു രുക്മിയും പിന്നെ കൈലാസവാസി ഹരൻ തന്നെയും 3 വർഷം തിക്മമാം തപം ചെയ്തു. അന്നേരം ശിവൻ താനും ശത്രു സംഹാരത്തിനായി നന്ദിച്ചു രുക്മിക്കൊരു ചാപവും നൽകിയിടിനാൻ. വന്ദ്യനാം നാരായണൻ തന്നോടീ വില്ലു കൊണ്ടു നേരിട്ടിതെന്നാകിലോ, വില്ലിതു മുറിഞ്ഞിടും പരന്മാരായ ശത്രുവർഗം നീ ജയിച്ചാലും. ഇത്തരമരുൾ ചെയ്തു ശങ്കരൻ മറഞ്ഞിത് ചിത്തമോദേന വില്ലുമെടുത്തു മാനമോടെ പിന്നെയും ഭോജകടേ രുക്മിയും വസിച്ചിട്ട് ഉന്നത പ്രൗഢിയോടും മന്നരെ ജയിച്ചിത്. പിന്നെ മാധവൻ തന്നോടേറ്റീലധനുസ്സതു തന്നെ നാശഭയം കൊണ്ടു സംശയത്താലേ പിന്നെയും കൃഷ്ണനോടു വൈരവും രുക്മിക്കുള്ളിൽ മന്ദിച്ചു ശങ്കരനെ ധ്യാനിക്ക മൂലമെടോ. പിന്നെയും തൽസോദരി തന്നിലെ പ്രേമം കൊണ്ടും തന്നുടെ മകൾ പ്രദ്യുമ്നനെയും മോഹിച്ചിത്. ഏവമെല്ലാമേ വിചാരിച്ചു രുക്മിയും വൈരഭാവത്തെയെല്ലാം ഉള്ളിൽ മറച്ചു മകൾ തൻ്റെ കല്യാണമതു കഴിപ്പിച്ച് പ്രദ്യുമ്നായിട്ടുല്ലാസത്തോടു മറ്റു നൃപന്മാർ ഒരുമിച്ചു വന്നു സങ്കരം തുടങ്ങിയിടിനാർ. അവരെയും വെന്നു പ്രദ്യുമ്നൻ ഏകരഥനായി യുദ്ധം ചെയ്തു. ഉത്തമയായ രുക്മാവതിയെ കൊണ്ടുപോന്നു സത്വരം പുരമ്പുക്കു കല്യാണോത്സവം പൂണ്ട്. കന്യക തൻ്റെ പാണി പിടിച്ചു വഴി പോലെ. പിന്നെ വൈദർഭി തൻ്റെ നന്ദനാചാരുമതി തന്നെയും കൊടുത്തിത്. കൃതവർമാവു തൻ്റെ നന്ദനൻ തനിക്കായി സ്ത്രീധനാദികളോടും പ്രദ്യുമ്ന തനയനാമനിരുദ്ധനെ പിന്നെ ഉദ്യോഗത്തോടും ചിത്രലേഖ താൻ കൊണ്ടുപോയി ബാണന്റെ മകളായോരുഷയോടൊന്നിപ്പിച്ച് ബാണപുത്രിയെ നന്നായി കല്യാണം കഴിപ്പിച്ചു. പിന്നെയും രുക്മി തൻ്റെ പുത്രൻ്റെ മകളായ സുന്ദരി രോചനയെ വൈരങ്ങൾ കളഞ്ഞിട്ടു മന്നവൻ രുക്മി നന്ദിച്ചനിരുദ്ധനു നൽകി. അന്നല്ലോ മുസലിയും കൃഷ്ണാദിയതുക്കളും സുന്ദരഗാത്രിയായ വൈദർഭിതാനുമായി ഒന്നിച്ചു ഭോജകടമായ മന്ദിരം ബുക്കു നന്ദിച്ചു കല്യാണവുമായി കൊണ്ട് വാഴുന്ന നാളന്നു രുക്മിയും നന്നായി സൽക്കാരമതും ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ രുക്മിയോടുര ചെയ്തു മന്നവൻ കലിംഗനും ഗൂഢമായുധം. അപ്പോൾ ചൂതിൽ ജയിക്ക നീ രാമനെ എന്നും ഇന്നു ചൂതിങ്കൽ പരിചയമില്ലടോ രാമനെന്നും. ഇന്നിതല്ലാതെ നാം ഇന്നവരെ അവമാനമൊന്നിലും ചെയ്യുന്നതു യോഗ്യമല്ലിനിയടോ എന്നതു കേട്ടു രുക്മി നന്നെന്നു ചൊല്ലി നന്നായി രാമനുമായി ദേവനം തുടങ്ങിനാൻ.
100,000 പിന്നെ 10,000 പാരമായി വാതു പറഞ്ഞിടിനാറിരുവരും. വച്ചതെല്ലാം തോറ്റിതു ബലഭദ്രൻ, ഉച്ചത്തിൽ ചിരിച്ചിതു കലിംഗൻ പല്ലുകാട്ടി. കോപിച്ചു രാമൻ ലക്ഷം ഇന്നിനി പണയമെന്നാകാംക്ഷയോടും ചൊല്ലി. ശിക്ഷയായി വെച്ചു പിന്നെ അന്നേരം രാമൻ ജയിച്ചിടിനാൻ രുക്മി തന്നെ. ഇന്നിത് ജയിച്ചിതു ഞാനെന്നു രുക്മി ചൊന്നാൻ. അന്നേരം അസത്യത്തെ കേട്ടു കോപിച്ചു രാമൻ പിന്നെയുമേറ്റം ചൊല്ലി. പണയം അതിൽ നിന്നു ധന്യനാം രാമൻ രുക്മി തന്നെയും ജയിച്ചിത്. അന്നേരം മുന്നേ പോലെ രുക്മിയും ചൊല്ലിയിടിനാൻ. ഇന്നും ഞാൻ ജയിച്ചിതു സംശയമില്ല എന്നുമല്ലായെങ്കിൽ കണ്ടു നിൽക്കും അന്യരാം ജനം ചൊൽവിൻ എന്നപ്പോൾ നൃപന്മാരെല്ലാം രുക്മിതൻ പക്ഷം ചൊന്നാർ. അന്നേരം അശരീരി വാക്യവുമുണ്ടായി വന്നു. രുക്മിയെ ജയിച്ചിതു രാമൻ സംശയമില്ല. രുക്മിയും തോറ്റു രാമൻ തന്നോടു ചൂതു തന്നിൽ. ഇത്തരം അശരീരി വാക്കും സമ്മതിയാതെ മൃത്യു തൻ സമയമങ്ങാകയാൽ രാമനോടു പിന്നെയും അസത്യവാൻ രുക്മി ഇങ്ങനെ ചൊന്നാൻ. നന്നായി ജയിക്കണം മാനത്തെ വേണമെന്നാൽ കാടകം തന്നിൽ വാഴും ഗോപാലനായ ഭവാൻ. ഈടേഴും ചൂതിലേതും ശീലമില്ലതുമല്ല പോരു തന്നിലും ചൂതു തന്നിലും പരിചയം. വീരരാം മന്നോർക്കുണ്ടായി വന്നിടും ഓർക്ക സഖേ. ഇത്തരം രുക്മിതന്റെ വാക്യത്തെ കേട്ട നേരം എത്രയും കൈകൾ കൊട്ടിച്ചിരിച്ചു നൃപന്മാരും. എത്രയും കോപത്തോടു രാമനും എഴുന്നേറ്റു ചിത്രമായിരിപ്പോരു പരിഘമെടുത്തിട്ട് രുക്മി തന്നെയും തച്ചു കൊന്നിതങ്ങതു കണ്ടു രുക്മിതൻ സഹായരാം നൃപന്മാർ മണ്ടിയിടിനാർ. വേഗത്തിൽ ചാടി രാമൻ പിടിച്ചു കലിംഗനെ. വേഗത്തിൽ ദന്തം ഇടിച്ചയച്ചു യമപുരേ. പിന്നെയും ദുഷ്ടന്മാരാം ഭൂപരെ ചെന്നു രാമൻ ഒന്നൊന്നേ അടിച്ചതു കണ്ടവർ ശിരസ്സുകൾ പാണികൾ നേത്രങ്ങളും പാദങ്ങൾ തോളോരോന്നായി വീണുപോയി. ചോരയൊലിച്ചോടിപ്പോയി നൃപന്മാരും ഭീതി പൂണ്ടൊക്കെ ഓരോ ഗുഹകൾ പൂക്ക് ഒളിച്ചു ചൂതിങ്കൽ അവയെല്ലാം കണ്ടു കൃഷ്ണനും. അപ്പോൾ ഒന്നുമേ മിണ്ടീല. അതു നന്നായിതെന്നു ചൊന്നാൽ തന്നെ വൈദർഭിക്കു പ്രിയമായി വരാ. ഇതു നല്ലതല്ല എന്നു ചൊന്നാൽ രാമനും പ്രിയമല്ല. വല്ലതെന്നാലും ഒന്നും മിണ്ടാതെ മുകുന്ദനും അനിരുദ്ധനും ഭാര്യമാരുമായി തേരിലേറി തന്നെ ദ്വാരകാപുരി പുക്കുവാണിതു നന്നായി. രാമനും അവിടത്തിൽ ഭീഷ്മകാദികളോടും സാമോദം വാണു. സർവാർത്ഥാദികൾ സമസ്തവും മാധവൻ തങ്കൽ സമർപ്പിച്ചവർ സൗഖ്യമായി മാധവാശ്രയമായി വാണിതു ദാശാർഹന്മാർ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.